മത്തായി എത്രയാണ്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 18-ാം വാക്യം. വലതുകരം ചങ്കി വെച്ചൊന്ന് ആവർത്തിച്ച്. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് വലിയ കരച്ചിലും മുറവിളിയും? റാമായിൽ. ആരാണ് കരയുന്നത്? റാഹേൽ. എന്തിനാണ് കരയുന്നത്? മക്കൾ നഷ്ടപ്പെട്ടു. കരയുന്ന ആളാരാണ്? പറഞ്ഞേ. റാഹേൽ. റാഹേൽ ആരാണ്? അബ്രാമിന്റെ ഭാര്യയാണോ? പിന്നെ ആരുടെ ഭാര്യയാണ്? ഇസ്ഹാക്ക്, യാക്കോബ് ആണോ? യാക്കോബിന്റെ സഹോദരന്റെ പേരെന്താണ്? ഏസാവ്. ഇതിൽ കടിഞ്ഞുൽപുത്രൻ ആരായിരുന്നു? ഏസാവ്. എങ്ങനെയാണ് കടിഞ്ഞുൽപുത്ര അവകാശം നഷ്ടപ്പെട്ടത്? പായസം, നല്ല നാന്തരം പായസം അല്ലേ? അതായത് യാക്കോബ് നാണം കുണിങ്ങായിരുന്നു. അമ്മയുടെ സാരിത്തുമ്പായിരുന്നു അയാളുടെ പ്രധാന സ്ഥലം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അടുക്കളയിലൊക്കെ ഇങ്ങനെ കുറെ നടന്ന് നല്ല ഫുഡ് ഉണ്ടാക്കാൻ ആർക്കറിയാം? യാക്കോബിനറിയാം. ഏസാവ് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഒരു കാട സ്വഭാവമാണ്. കാരണം അയാൾ മൃഗങ്ങളോടാണ് മല്ലിടുന്നത്. അതുകൊണ്ട് മൃഗത്തിന്റെ സ്വഭാവമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഏസാവിന്. അപ്പൊ ഏസാവിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ നന്നായിട്ട് കഴിക്കാൻ അറിയാം. നമ്മളിൽ പലരെയും പോലും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു ദിവസം യാക്കോബ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഏസാവ് വന്നിട്ട് ചോദിക്കാണ്, അനിയ എന്താണ് ഈ ഇളക്കുന്നത്? ആ ചേട്ടാ, ഇത് ഒന്നാമതൊരു പായസമാണ്, കൊള്ള നല്ല സാധനമാണ്. അപ്പം യാക്കോബ് ചോദിക്കും, ഏസാവ് ചോദിക്കും, എനിക്ക് തരുവോടാ? കുരുട്ടുബുദ്ധിയും സൂത്രശാലിയുമായ യാക്കോബ് പറയാണ്. എന്താണ് പറഞ്ഞത്? എടാ, നിനക്ക് ഞാൻ ചെമ്പടക്കം പായസം തരാം, ഒരു വ്യവസ്ഥ, നിന്റെ കടിഞ്ഞൂൽപുത്ര അവകാശം എനിക്ക് തരണം. തീറ്റപ്പണ്ടാരമായ ഏസാവൻ എന്ത് കടിഞ്ഞൂൽപുത്ര അവകാശം? അവൻ പറഞ്ഞു, നീ എടുത്തോ, എനിക്ക് വയറ് നിറഞ്ഞാ മതി. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്ത്? ആ പായസം മുഴുവൻ അടിക്കുകയും ചെയ്ത് കടിഞ്ഞൂൽപുത്ര അവകാശം കൊടുക്കുകയും ചെയ്ത്. ബോധം വന്നപ്പോൾ മനസ്സിലായി, എല്ലാം പോയി. മാത്രമല്ല, യാക്കോബ് വേറൊരു പണി കൂടി ഒപ്പിക്കും. എന്താണെന്നറിയാവോ? ചേട്ടന്റെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് പോയി അപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള കൃപ കൂടി കൊണ്ടുപോകില്ല. അമ്മ ഒപ്പിക്കുന്ന. അമ്മയുടെ പേരെന്താണെന്നറിയാവോ? നല്ലൊരു അമ്മ. ഏതാണ്? റെബേക്ക. എന്താണ്? റെബേക്കയാണ് പറയുന്നത്, നീ ആ ആടിന്റെ രോമമൊക്കെ ഇട്ട് പോക്കോ, കാരണം നിനക്ക് പെണ്ണുങ്ങളെ പോലെ തൊലിയാണ്, രോമം ഇല്ല. എന്നാ ഏസാവ് അങ്ങനെയല്ല, നല്ല രോമമുള്ള ആളാണ്. അവിടെ നീ ഇങ്ങനെയൊക്കെ പോയില്ലേ അപ്പം മനസ്സിലാക്കുക, അപ്പം നിന്നാക്കാലും ബുദ്ധിമാനാണ്, കണ്ണ് കാണില്ല, എല്ലും പുള്ളിക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ? അങ്ങനെ അപ്പൻ തടവിയൊക്കെ നോക്കല്ലേ? അന്നേരം പറയും, സ്വരമൊക്കെ മാറിയാണ് ഇരിക്കുന്നത്, എന്നാലും ശരീരം ഏസാവിന്റെ ആണെന്നൊക്കെ പറയും. അല്ലേലയ്യ. അങ്ങനെ അനുഗ്രഹം മുഴുവൻ ആര് കവർന്നെടുക്കും? അന്നു മുതൽ ഏസാവൻ ആരോട് കലിപ്പായി? ഏസാവ് ആരെ കൊല്ലാൻ തീരുമാനിച്ചു? ഏസാവ് തീരുമാനിച്ച നടപ്പാക്കും. നോട്ടമില്ല, അവന് മുഖം നോട്ടമില്ല. അവൻ കൊല്ലൂ എന്ന് പറഞ്ഞ കൊല്ലും. കാരണം മൃഗത്തിന്റെ സ്വഭാവമാണ് അവന്. മനസ്സിലാകുന്നുണ്ടോ? ഇതറിഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മക്കളിൽ ഒരാള് ഉണ്ട്. അമ്മ എന്ത് ചെയ്യും? റെബേക്ക എന്ത് ചെയ്യും? യാക്കോബിനെ നാട് കടത്തുകയാണ്. എങ്ങോട്ടൊക്കെ നാട് കടത്തുന്നറിയാവോ? ആ റെബേക്കയ്ക്ക് ഒരു ആങ്ങളയുണ്ട്. ആരാണത്? ലാബാൻ. ഹാരാനിലുള്ള ലാബാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ആരെ? യാക്കോബിനെ. യാക്കോബ് മാമന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ആകെ കൺഫ്യൂഷൻ. ഒറ്റ പാട്ടേ ഉള്ളൂ, കൺഫ്യൂഷൻ തീർക്കണേ. കാരണം എന്തെന്നറിയാവോ? ഈ ലാബാവിന് 2 സുന്ദരികളായ പെൺമക്കളുണ്ട്. ഒന്നിന് മികച്ചത്. 2 പേരും അതീവ സുന്ദരികൾ. അവരുടെ പേര് പറയാവോ? ലേയും ആ റാഹേലാണ് ഈ റാഹേൽ. അത് പറയാനാണ് അച്ഛൻ ഇവിടെ എത്തിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ലേക്ക് ചെറിയൊരു കോങ്കണ്ണുണ്ട്. സുന്ദരി ആണെങ്കിലും കോങ്കണ്ണുള്ളത് കൊണ്ട് പ്രഥമ ദൃഷ്ട്യ യാക്കോബിന് ആരെ ഇഷ്ടപ്പെട്ട് കാണും? മാമന്റെ അടുത്തിൽ ഒരു ദിവസം, മാമ കെട്ടിച്ചേരൂ. മാമ ചോദിക്കും, ആരെയാണ് കെട്ടിച്ചേരേണ്ടത്? അപ്പൊ യാക്കോബ് പറയും, മാമ റാഹേലിനെയാണ്. കെട്ടിച്ചേരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ 7 വർഷം പണിയെടുക്കണം എന്റെ പറമ്പിൽ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ, നോ സാലറി. കണ്ടോ അമ്മാവന്റെ കുരുട്ടുബുദ്ധി? കണ്ടോ? അങ്ങനെ 7-ാം വർഷം കല്യാണം കഴിയും. ആരെ കിട്ടും? റാഹേലിനെ കിട്ടി.
നേരം വെളുത്ത് ബെഡ് കോഫിയുമായി വരുമ്പോഴാണ് മനസ്സിലായത്. കാരണം ഇവർ രണ്ടുപേരും പൊക്കവും രീതിയൊക്കെ ഒരുപോലെ ഇരിക്കുന്നത്. പാവം യാക്കോബിനൊന്നും മനസ്സിലായില്ല. നേരം വെളുത്തപ്പം മനസ്സിലായി ബെഡ് കോഫിയുമായി വരുന്നത് റാഹേലല്ല. ആരാണ്? മാമന്റെ അടുത്ത് എന്ന്. മാമ, എന്ത് പണിയാ മാമ? ഞാൻ ചോദിച്ചത് റാഹേലിനെ മാമൻ തന്നതോ? എന്താണ് മാമ ഇത്? മാമൻ പറയാണ്, ഞങ്ങളുടെ പേരാവൂർ ദേശത്ത് ഒരു നാട്ടു നടപ്പുണ്ട്. മൂത്തവളി ഇരിക്കുമ്പോ ഇളയവളെ കെട്ടിക്കാൻ പറ്റില്ല. നിനക്ക് ശരിക്കും റാഹേലിനെ വേണോ മരുമോനെ? വേണം മാമ, വേണം. എടുക്കടാ പണി 7 വർഷം കൂടി. നേരത്തെ കണ്ടീഷൻ നോ സാലറി, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അങ്ങനെ 14 വർഷമാണ് ആരെ കിട്ടിയത്? അച്ഛനിത് പറയാൻ കാരണം റാഹേലും യാക്കോബും തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? താൻ ആഗ്രഹിച്ച ജീവിത പങ്കാളി എത്രാം വർഷത്തിലാണ് കിട്ടിയത്? 14-ാം വർഷം. മനസ്സിലായോ? 14-ാം വർഷം മുതൽ ഇപ്പൊ യാക്കോബിന് ആരെ വേണ്ട? ലയ വേണ്ട. ആരുടെ വീട്ടിലാ ഇപ്പം താമസം? അപ്പൊ അവിടെ ആര് കരയും? ലയ. ദൈവമേ, ദൈവമേ, എന്റെ ഭർത്താവിന് ഇപ്പൊ എന്നോട് പഴയതുപോലെ സ്നേഹമില്ല, റാഹേലിന്റെ വീട്ടിലാണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പം ദൈവം ലയക്ക് മക്കളെ കൊടുക്കും. മക്കളെ കളിപ്പിക്കാൻ ഇപ്പോൾ യാക്കോബ് എങ്ങോട്ട് വരും? അപ്പൊ അവിടെ ആര് കരയും? ഇതാണ് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ സൂക്ഷിക്കരുതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആര് കരയും? റാഹേൽ കരയും. എന്തിനു വേണ്ടി? ഒരു കുഞ്ഞു കാല് കാണാൻ കിട്ടൂല. അവക്ക് മക്കളുണ്ടാവില്ല. കാണാൻ സുന്ദരിയാന്നേ ഉള്ളൂ, പക്ഷെ മക്കളുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കും, പരിഹാരം ചെയ്യും, മുട്ടയിലഴയും. മനസ്സിലാകുന്നുണ്ടോ? എന്തിനു വേണ്ടി? പറഞ്ഞേ, ഒരു കുഞ്ഞുണ്ടാകാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ഒരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞ് ഏത് കുഞ്ഞാന്നറിയാവോ? ജോസഫ്. ആ കുഞ്ഞിന്റെ പേരെന്താണ്? മനസ്സിലാകുന്നുണ്ടോ? അന്നേരം അവിടെ ആര് കരയും? ലയ കരയും. കാരണം ജോസഫിനെ കളിപ്പിക്കാൻ യാക്കോബ് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ലേക്ക് വീണ്ടും മക്കളുണ്ടാവും. അന്നേരം ഇവിടെ ആര് കരയും? നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു. ഇവര് തമ്മിൽ ഭയങ്കര മത്സരമാണ്, ചേച്ചി അനിയത്തിയും തമ്മിൽ. അവസാനം ഒന്നും കൂടെ കരഞ്ഞു പ്രാർത്ഥിക്കും. ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കും. ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ റാഹേൽ മരിക്കും. ആ കുഞ്ഞ് ആരാണ്? ബെഞ്ചമിൻ. ആരാണ്? ഇത്രയും പിടുത്തം കിട്ടിയോ? അപ്പൊ റാഹേലിന് എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? എളുപ്പത്തിലാണോ? ഒരുപാട് പരിഹാരം ചെയ്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ആർക്ക് കുഞ്ഞിനെ കിട്ടിയത്? അപ്പൊ അങ്ങനെയുള്ള അമ്മയ്ക്ക് കുഞ്ഞിനോട് വല്ലാത്തൊരു ബന്ധമായിരിക്കാണോ? ഇത്രയും പിടുത്തം കിട്ടിയോ? റാഹേൽ. ആ റാഹേലിനാണ് ആരെ നഷ്ടപ്പെട്ടത്? സന്താനങ്ങൾ. ഈ അമ്മ മരിച്ചു കഴിഞ്ഞ് ഏറെ താമസിയാതെ അമ്മയ്ക്ക് തൻ്റെ പൊന്നോമന മകൻ ജോസഫിനെ നഷ്ടപ്പെടും. ഓർക്കുന്നുണ്ടോ? അടിമയായി എങ്ങോട്ടേക്ക് പോകും? ഈജിപ്തിലേക്ക്. അമ്മ കരഞ്ഞു. നിങ്ങൾക്കറിയാവോ, ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട് റാമായിക്ക്. ഈ റാമായിലാണ് റാഹേലിനെ അടക്കിയിരിക്കുന്നത്. റാഹേലിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത്, റാമ. BC 587 ബാബിലോണിൽ നിന്ന് നബൂഖദ്നേസർ രാജാവ് വന്ന് ഈ യഹൂദരെ തോൽപ്പിച്ച് ഇവരെ അടിമകളെ ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് റാമായിലെ റാഹേലിന്റെ കല്ലറയുടെ മുമ്പിലൂടെയാണ്. പ്രവാചകൻ പറയുകയാണ്, ഈ അമ്മ അപ്പം ശവകുടീരത്തിൽ എഴുന്നേറ്റ് കരഞ്ഞു. ആരെ ഓർത്ത്? അടിമത്തത്തിലേക്ക് പോകുന്ന തന്റെ മക്കളെ ഓർത്ത്. അതാണ് റാമായിൽ ഒരു വലിയ കരച്ചിലും മുറവിളിയും. അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു ജനത, തന്റെ വരും തലമുറ, തന്റെ മക്കളുടെ മക്കൾ അടിമത്തത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഈ അമ്മ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് കരഞ്ഞുവെന്ന് പ്രവാചകൻ പറയുകയാണ്. ഒരിക്കൽ കൂടി വീണ്ടും ഒരു മുറവിളി ഉണ്ടാവും. എപ്പോഴാണെന്നറിയാവോ? ഉണ്ണീശോയെ കിട്ടാത്ത ദേഷ്യത്തിന് ഹെറോദസ് അല്ലേ, ജെറുസലേമിലും പരിസരങ്ങളിലുള്ള 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നില്ലേ? കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന അമ്മയുടെ വേദന. അച്ഛനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അച്ഛനെ ശ്രദ്ധിച്ച് എഴുന്നേറ്റ് ശ്രദ്ധിച്ച്. ക്ലാസ് തീരുകയാണ്. എഴുന്നേറ്റ് ശ്രദ്ധിച്ച്. അതായത് ഇതുപോലൊരമ്മ കരയുന്നുണ്ട്. തന്റെ മകൻ ജീവൻ ബലി കൊടുത്ത് വാങ്ങിയെടുത്ത മക്കൾ ബോധപൂർവം പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നത് കണ്ട് സ്വർഗത്തിൽ ഇരുന്നൊരു അമ്മ കരയുന്നുണ്ട്. ഏതാണ് ഈ അമ്മ?
പരിശുദ്ധ കന്യകാമറിയാം തന്റെ മകൻ കാൽവരിൽ ജീവൻ അല്ലെ ബലിയർപ്പിച്ച് വാങ്ങിയെടുത്ത് വില കൊടുത്തെടുത്ത മക്കൾ ആരുടെ അടിമത്തത്തിലേക്ക് പോകുന്നത്? പിശാചിന്റെ അടിമത്തത്തിലേക്ക് ബോധപൂർവം പോകുന്നത് കണ്ടിട്ട് ഈ അമ്മ കരയുന്നുണ്ട്. ഒറ്റ ചോദ്യത്തോടെ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതം കണ്ട് അമ്മ കരയുന്നുണ്ടോ? ഇരിക്കാം. നിങ്ങളുടെ പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും കുടുംബ ജീവിതവും ഒക്കെ കണ്ടിട്ട് ഈ അമ്മ വേദനിക്കുന്നുണ്ടോ? അമ്മ വേദനിച്ചാൽ ഈശോ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമുക്ക്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.